അങ്ങനെ വെക്കേഷനൊക്കെ ഓൾമോസ്റ്റ് കഴിയുമ്പോഴാണ് വീലാൻഡ് പാർക്കിനെ പറ്റി ഓർത്തത്. അങ്ങനെ നേരെ വിട്ടു തൃക്കരിപ്പൂരേക്ക്. അകത്ത് കയറുന്നവരെ ഇത്രയേറെ റൈഡുകൾ ഉണ്ട് എന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്രയേറെ ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ ആദ്യം ഒന്ന് ഞങ്ങൾ ഞെട്ടി. ഞാനും വീട്ടും വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടി ഓടി ഒരു പാലത്തിൻ്റെ മുകളിൽ കയറി. അമ്മ അതിലെ അന്വേഷിച്ച് നടക്കുന്നത്. കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കാൻ എത്ര ഇഷ്ടമാണോ അതിനും മാത്രം വാട്ടർ റൈഡുകളാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നേരെ ഞങ്ങളുടെ കുട്ടികളും വേവ് കടലിലേക്ക് ഓടിയെത്തി. കുട്ടികൾക്കും മുതിർന്നവർക്കും തന്നെ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന റൈഡുകൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ കുഞ്ഞപ്പനെയും കാത്ത് കുറച്ചു നേരം ഞങ്ങളവിടെ കാത്ത് കുട്ടികളുടെ സന്തോഷം കണ്ടറിയേണ്ടതാണ്. ഓരോ റൈഡും ആസ്വദിക്കാൻ ഇറങ്ങുമ്പോഴേക്കും സമയം പോകുന്നത് അറിയുകയില്ല. അത്ര എൻഗേജിങ് ആയിരുന്നു. പ്രായമായവർക്കും കുട്ടികൾക്കും എന്നുകൊണ്ട് എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹൗസ് ബോട്ടും സ്പീഡ് ബോട്ടും ആ ചവിട്ടിക്കൊണ്ട് തുഴയുന്ന ചെറിയ തോണികളും ഒന്നും പറയണ്ട. അടുത്ത് തന്നെ ഫുഡ് കോർട്ടും നല്ലൊരു പാർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും എൻഗേജ്ഡ് ആവുന്ന പോലെയുള്ള ഒരുപാട് സംഭവങ്ങളാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. കുഞ്ഞു തീവണ്ടികളിലൊക്കെ കൂടുതലും മുതിർന്നവർ തന്നെയായിരുന്നു ഇരുന്ന് ആസ്വദിക്കുന്നത്. ദിനോസറുകളൊക്കെ പോലെയുള്ള ഒരുപാട് സ്റ്റാച്ചുകളും ഈ പാർക്കിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടി അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ പാർക്കെല്ലാം നടന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ മ്യൂസിക് വിത്ത് വാട്ടർ ഡാൻസിന്റെ ബഹളം കേട്ടു. നേരെ അങ്ങോട്ടേക്ക് നടന്നു. അങ്ങനെ കുഞ്ഞപ്പനും കൂട്ടുകാരെയും കൂടി ഓൾമോസ്റ്റ് റൈഡുകളെല്ലാം കവറപ്പ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് മുതിർന്ന കുട്ടികൾ എനിക്കും റൈഡിൽ കയറണമെന്ന് പറഞ്ഞ രണ്ട് ടീഷർട്ടൊക്കെ വാങ്ങി. അങ്ങനെ അവർ രണ്ട് റൈഡിൽ കയറാൻ വേണ്ടി പോയ ഗ്യാപ്പിൽ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി പാർക്കിൽ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പാർക്കിൽ വെച്ചിരിക്കുന്ന പാട്ടും കേട്ടുകൊണ്ട് വീട്ടും അങ്ങനെ കുറച്ച് നേരം ഡാൻസ് കളിച്ചില്ലേ അവിടെ ഇരുന്ന് കളിക്കാൻ തുടങ്ങി. അങ്ങനെ നേരത്തെ പറഞ്ഞു നിർത്തിയ മ്യൂസിക് വിത്ത് വാട്ടർ റെയിൻ കാണാൻ വേണ്ടിയിട്ട് നേരെ അങ്ങോട്ടേക്ക് വിട്ടു. സംഭവം കൊള്ളാം. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ജംഗിൾ പാർക്കിലേക്ക് പോയിട്ട് ചൂടി അടിപൊളി ദൃശ്യവിസ്മയം കണ്ടിട്ട് നേരെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു.